ഹായ് ക്യൂട്ടീസ്. അങ്ങനെ വയനാട് പോയ സീരീസിലെ ലാസ്റ്റത്തെ വ്ളോഗാണ് ഇത്. ലാസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ കറങ്ങാനൊന്നും പോയിട്ടൊന്നുമില്ല. നമ്മൾ കസിൻസിന്റെ വീട്ടിൽ മാത്രം പോയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് കസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല പൊറോട്ടയും ബീഫൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കസിന്റെ വീട്ടിൽ പോയി. പോണ വഴിക്ക് നമ്മൾ നല്ല വ്യൂ പോയിന്റ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും അവിടെയൊക്കെ നിർത്തി. അങ്ങനെ അടുത്ത് തന്നെ നല്ല നാടൻ ഏത്തപ്പഴം റംബൂട്ടാനൊക്കെ വിൽക്കണ കണ്ടു. അങ്ങനെ അതും വാങ്ങി കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ നെക്സ്റ്റ് കസിന്റെ വീട് എത്താനായപ്പോഴത്തേക്കും അവരുടെ വീടിന്റെ അടുത്തൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ പോയി കണ്ടിട്ടൊക്കെ വരാൻ പറഞ്ഞു. പക്ഷെ നമ്മോർത്ത് വലിയ സംഭവമൊന്നുമല്ലാന്ന്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ ഒരുപാട് ക്രൗഡൊന്നും ഇല്ല. നല്ല രീതിക്ക് ഫോട്ടോസും വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാനും പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഉമ്മി കുറച്ചു അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്മായിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മായി നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മായിയുടെ ഫുഡ് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അമ്മായിനോടും ബൈ പറഞ്ഞ് വയനാടിനോടും ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. കാരണം നമുക്ക് സെയിം ഡേ തന്നെ എറണാകുളത്തേക്ക് വരണമായിരുന്നു. അങ്ങനെ നമ്മൾ വയനാട് ചുരമൊക്കെ ഇറങ്ങി വന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ചുരത്തിൽ. ആദ്യമായിട്ടാണ് ഇത്ര ബ്ലോക്കൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചായക്കടയിൽ കയറി ചായയും കടികളൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഞാൻ കാത്തിരുന്ന സ്ഥലത്തേക്കാണ്, അനുപമ സ്റ്റോർ. ഈ കടയിൽ നല്ല അടിപൊളി ഷേക്ക് കിട്ടും. ഞാൻ അവിടെ നിന്ന് നല്ല റോസ്റ്റഡ് കാഷ്യൂ ഷേക്ക് ഒക്കെ വാങ്ങി കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കോഴിക്കോട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. പിന്നെ തിരിച്ചു വന്ന സമയത്ത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. 2 ദിവസം നാട്ടിലൊക്കെ നിന്ന് അടിച്ചു പൊളിച്ചതല്ലേ. അപ്പൊ പോയ സന്തോഷം തിരിച്ചു വന്നപ്പോൾ എന്റെ മുഖത്തുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. നല്ല തട്ടുകടയൊക്കെ ആയിട്ട് നല്ല തട്ട് ദോശയും ഓംലെറ്റ് ഒക്കെ കഴിക്കണമെന്ന്. പക്ഷെ എന്തോ പഠിച്ചോൻ എന്റെ വലിയ കേട്ടെന്ന് തോന്നുന്നു. കാരണം വലിയ പ്രതീക്ഷയില്ലാണ്ട് ഒരു തട്ടുകടയിൽ കയറിയതാണെങ്കിലും ഞാൻ പ്രതീക്ഷനെക്കാട്ടി അപ്പുറത്ത്, അതായത് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഫുഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഓംലെറ്റ് വാങ്ങി കഴിക്കാൻ പോയി. ഞാൻ 2 ഓംലെറ്റ് ഒക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത വേറൊരു സത്യം കൂടി ഞാൻ പറയാം. എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് പോലെ തന്നെ ഇഷ്ടമാണ് ഈ ഓംലെറ്റ്, ബുൾസൈ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കാറി കയറി ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നമ്മ അങ്ങനെ കാക്കനാട് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.